ഇമാം ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇങ്ങനെ വായിക്കാം: മൻ റആനി ഫഖദ് റആനി ഫഇന്ന ശൈത്വാന ലാ യതമത്തലു ബി. ആരെങ്കിലും സ്വപ്നത്തിൽ എന്നെ ദർശിച്ചാൽ അവൻ എന്നെ തന്നെയാണ് കണ്ടത്. കാരണം പിശാച് ഒരിക്കലും എന്റെ രൂപത്തിൽ രൂപം പ്രാപിക്കുകയില്ല. പ്രിയ സഹോദരന്മാരെ, ഈ ഒരു ദർശനം അത് വല്ലാത്തൊരു അനുഭവമാണ്. സർവശക്തനായ റബ്ബിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അത് കേവലം ഒരു ഭാവനയല്ല, വിശ്വാസിയുടെ അകം കുളിരണിയിക്കുന്ന തുല്യതയില്ലാത്ത ഒരു അനുഭവമാണത്. റബ്ബ് തആല ആ അനുഭവത്തെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു മഹത്തായ അനുഗ്രഹത്തിന് നമ്മെ സഹായിക്കുന്ന 10 മാർഗങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. തിരുനബി ദർശനത്തിലേക്ക് നമ്മെ സഹായിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സ് പ്രവാചക സ്നേഹം കൊണ്ട് നിറക്കുക എന്നാണ്. നബി തങ്ങൾ ഒരിക്കൽ പറയുകയുണ്ടായി, നിങ്ങളുടെ ജീവിത പരിസരങ്ങളിൽ നിങ്ങളുടെ സ്നേഹജനങ്ങളായി ആരൊക്കെയുണ്ടോ എല്ലാവരേക്കാളും കൂടുതൽ എന്നെ നിങ്ങൾ സ്നേഹിക്കുന്നത് വരെ നിങ്ങളുടെ ഈമാൻ ഒരിക്കലും പരിപൂർണമാവുകയില്ല. പ്രവാചക സ്നേഹം നമ്മുടെ ഖൽബിൽ ഉണ്ടെങ്കിൽ മാത്രമേ അവിടുത്തെ സുന്നത്തുകളെ അനുധാവനം ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ആ അനുധാവനമാണ് സ്രഷ്ടാവിന്റെ അനുഗ്രഹത്തിലേക്കും അവന്റെ തൃപ്തിയിലേക്കും നമ്മെ നയിക്കുന്നത്. ആ തൃപ്തിയും അനുഗ്രഹവും നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പ്രവാചക ദർശനം അതേറെ എളുപ്പമാണ്. അപ്പോൾ ആദ്യമായി നമുക്കുണ്ടാകേണ്ട ഗുണം പ്രവാചക സ്നേഹം കൊണ്ട് നമ്മുടെ മനസ്സിനെ ധന്യമാക്കുക എന്നത് തന്നെയാണ്. പ്രവാചക ദർശനത്തിലേക്ക് നമ്മളെ ചേർക്കുന്ന രണ്ടാമത്തെ വിഷയം സീറത്തുൻ നബി പഠനമാണ്. നമ്മൾ ഒന്നാമതായി പറഞ്ഞു പ്രവാചക സ്നേഹം നമ്മുടെ കൽബിൽ ഉണ്ടാകണമെന്ന്. ആ സ്നേഹം ഉണ്ടാകണമെങ്കിൽ ആദ്യം പ്രവാചകർ ആരാണെന്ന് അറിയണം. അവിടുത്തെ രാത്രി എങ്ങനെയായിരുന്നു, അവിടുത്തെ പകൽ എങ്ങനെയായിരുന്നു, അവിടുന്ന് കൂട്ടുകാരോട് എങ്ങനെയാണ് ഇടപഴകിയത്, കുടുംബത്തോട് എപ്രകാരമാണ് പെരുമാറിയത്, അവിടുന്ന് ഏതെല്ലാം ഭാവത്തിലാണ് ജനങ്ങളോട് ഇടപഴകിയത്, അവിടുത്തെ ദേഷ്യം എങ്ങനെ, അവിടുത്തെ സ്നേഹപ്രകടനം എങ്ങനെ, ഇങ്ങനെ ജീവിതത്തിലെ നാനോന്മുഖ മേഖലകളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവർത്തിച്ചു പോകുന്ന രീതികൾ പരിചയപ്പെടുത്തുന്ന സീറത്തുൻ നബി പഠനം അത് വളരെ പ്രധാനമാണ്. ലഭ്യമായ സ്രോതസ്സുകൾ ധാരാളമാണ്. നബിതങ്ങളുടെ സീറകൾ പഠിപ്പിക്കുന്ന മുഴുവൻ സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി നബിതങ്ങളുടെ ജീവിതത്തെ അതേപടി പഠിച്ചെടുക്കാനും ജീവിതത്തിൽ പുലർത്താനും ശ്രമിക്കുക എന്നത് തന്നെയാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീര അവയവ വർണ്ണനകൾ ഉൾക്കൊള്ളുന്ന ഷമായിൽ എന്ന പഠനശാഖയെ ആധികാരികമായി പഠിക്കുകയും അതിൽ നിന്ന് റസൂലുള്ളാഹിയുടെ ഒരു വിഷ്വലൈസേഷൻ സാധ്യമാക്കുകയും ചെയ്യുക. തീർച്ചയായും നമ്മൾ കാണുന്ന യഥാർത്ഥ രൂപത്തിൽ നിന്ന് ഒരുപക്ഷെ അത് വ്യത്യാസപ്പെടുമെങ്കിലും ആ കാഴ്ചക്ക് അതൊരുപാട് ഗുണം ചെയ്യുമെന്നതാണ് വസ്തുത. മൂന്നാമത്തെ വിഷയമായി പറയാനുള്ളത് നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും, നമ്മുടെ വരികളിലും വരകളിലും, നമ്മുടെ വാക്കുകളിലും വർണ്ണനകളിലും പ്രവാചക പ്രകീർത്തനം നിറഞ്ഞു നിൽക്കുക എന്നതാണ്. നമ്മൾ പാടുന്നവരാണ്, പറയുന്നവരാണ്, എഴുതുന്നവരാണ്, കേൾക്കുന്നവരാണ്, കാണുന്നവരാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങളിലെല്ലാം പ്രവാചക വർണ്ണനകളും പ്രവാചക പ്രകീർത്തനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ സ്നേഹം നമ്മുടെ ഖൽബിൽ ഉയർന്നു വരും. ആ സ്നേഹം അറിയാതെ പ്രവാചകന്റെ നല്ല സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഗ്രാജുവലി പ്രവാചകാനുരാഗത്തിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ അത് പ്രവാചക ദർശനത്തിന്, സ്വപ്ന ദർശനത്തിന് നമ്മെ സഹായിക്കുമെന്നാണ്. നാലാമത്തെ വിഷയം, ഒരാളെ നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഔന്നിത്യത്തിനും അയാളുടെ ഉയർച്ചയ്ക്കും വേണ്ടി നിരന്തരം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ 3 സ്റ്റെപ്പുകളിലൂടെ റസൂലുള്ളാഹിയോടുള്ള സ്നേഹത്തെ നമ്മൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ മനസ്സിലും അടയാളപ്പെടുത്തുകയാണ്. ഈ രൂപത്തിൽ നമ്മൾ റസൂലുള്ളാഹിനെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹിന്റെ ഉന്നതിയെ നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കും. ആ ഉന്നതിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് സ്വലാത്ത്. ആ സ്വലാത്ത് കൊണ്ട് ജീവിതത്തെ ഒരുപാട് സമ്പന്നമാക്കുക എന്നതാണ് നാലാമത്തെ വിഷയം.
സ്വലാത്ത് വർദ്ധിപ്പിക്കുക. വ്യത്യസ്തമായ വാചകങ്ങളിൽ സ്വലാത്തുണ്ട്, വ്യത്യസ്തമായ വർണ്ണനകളിൽ സ്വലാത്തുണ്ട്. അതെല്ലാം പഠിച്ചെടുക്കുകയും വ്യത്യസ്തമായ സന്ദർഭങ്ങളിലും സാഹചര്യങ്ങളിലും സ്വലാത്ത് ധാരാളമായി ചൊല്ലുകയും ചെയ്യുക. നബി തങ്ങൾ പറയുന്നുണ്ട്, മൻ സ്വല്ല അലയ്യ സ്വലാത്തൻ വാഹിദതൻ സ്വല്ലല്ലാഹു അലൈഹി ബിഹാ അശറ. എനിക്ക് ഒരു സ്വലാത്ത് ഒരാൾ ചൊല്ലിയാൽ അതിന് പകരമായി അള്ളാഹു അവന് 10 ഗുണങ്ങൾ നൽകുമെന്നാണ് നബി തങ്ങൾ പറയുന്നത്. സ്വാഭാവികമായും ആ ഗുണങ്ങളിൽ ഒന്ന് റസൂലുള്ളാഹിയുടെ ദർശനം തന്നെയാണ്. തീർച്ചയായും ആ ദർശനത്തിലേക്ക് നമ്മെ സഹായിക്കുന്നത് സ്വലാത്തിന്റെ വർധനവാണ്. ചെറിയ ചെറിയ എണ്ണം സ്വലാത്തുകൾ നേർച്ചയാക്കി ചൊല്ലുക. ഉദാഹരണത്തിന് 11 സ്വലാത്ത്, ഒരു 33 സ്വലാത്ത്, ഒരു 101 സ്വലാത്ത്, ഇങ്ങനെ ചെറിയ ചെറിയ എണ്ണം സ്വലാത്തുകൾ നേർച്ചയാക്കി ചൊല്ലിയിട്ട് അത് ചൊല്ലി തീർത്ത ഉടനെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ, ഇത്ര എണ്ണം സ്വലാത്ത് ഞാൻ നേർച്ചയാക്കി ചൊല്ലി പൂർത്തീകരിച്ചു, അതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് പ്രവാചക ദർശനം എളുപ്പമാക്കി തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യുക. തീർച്ചയായും അള്ളാഹുവും അവന്റെ റസൂലും റഹ്മത്തിന്റെ വിശാല ലോകങ്ങളാണ്. ആ ദർശനം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നതാണ് 5-മതായി പറയാനുള്ളത്. നമ്മുടെയൊക്കെ കണ്ണും കാതും മൂക്കും നാക്കും ശരീരത്തിലെ സർവോന്മുഖ അനുഗ്രഹങ്ങളും തിന്മകൾ ചെയ്ത് പാടുകൾ വീണുപോയ അവസ്ഥയാണ്. കറുത്ത പാടുകൾ കൊണ്ട് നിറം മങ്ങിയിരിക്കുകയാണ്. കണ്ണിന് മുകളിൽ തിന്മകൾ കൊണ്ട് തിരശീല വീഴ്ത്തിയിരിക്കുകയാണ്. ആ തിരശീല ഉയരണമെങ്കിൽ, തിന്മകളുടെ പാടുകൾ മാഞ്ഞു പോകണമെങ്കിൽ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക എന്നത് പ്രധാനമാണ്. 1,00,000 അതിലധികമോ ഒക്കെ ഇസ്തിഗ്ഫാർ നമ്മൾ നേർച്ചയാക്കിയിട്ടോ അല്ലാതെയോ ചൊല്ലി അള്ളാഹുവിനോട് തൗബ ചെയ്ത്, പടച്ചവനെ, ചെയ്തു പോയ പാപം പൊറുക്കണേ, കറകൾ തീർക്കണേ, നന്മകൾ കൊണ്ട് എന്നെ സമ്പന്നമാക്കണേ എന്ന് ദുആ ചെയ്യുക. അങ്ങനെ നമ്മുടെ കണ്ണിന് മുമ്പിൽ, നമ്മുടെ ഖൽബിന് മുമ്പിൽ ഉള്ള തിരശീലകൾ ഉയരും. ആ തിരശീലകൾ ഉയരുമ്പോൾ റസൂലുള്ളാഹിയെ കാണുക എന്ന് പറയുന്നത് അല്ലാഹു തആല എളുപ്പമാക്കി തരികയും ചെയ്യും. 6-മതായി പറയാനുള്ളത്, നമ്മുടെ ശരീരത്തിലും വസ്ത്രത്തിലും വേഷത്തിലും കുടുംബത്തിലും നമ്മുടെ സർവോന്മുഖ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ കൊണ്ട് സമ്പന്നമാക്കുക എന്നതാണ്. താടി ശരീരത്തിൽ സുന്നത്തിനെ അടയാളപ്പെടുത്തലാണ്. തലപ്പാവ് വസ്ത്രത്തിൽ സുന്നത്തിനെ അടയാളപ്പെടുത്തലാണ്. വെളുത്ത വസ്ത്രം അത് വസ്ത്രത്തിൽ സുന്നത്തിനെ അടയാളപ്പെടുത്തലാണ്. കുടുംബത്തെ നന്മകൾ കൊണ്ട് പരിശീലിപ്പിക്കുക എന്ന് പറയുന്നത് കുടുംബത്തിൽ സുന്നത്തിനെ അടയാളപ്പെടുത്തലാണ്. നമ്മുടെ രഹസ്യത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിനെ ഓർത്തുകൊണ്ട് സ്വലാത്ത് ചൊല്ലുന്നത്, അവിടുത്തെ പ്രകീർത്തനങ്ങൾ പാടുന്നത്, പറയുന്നത്, അതൊക്കെയും നമ്മുടെ രഹസ്യത്തിൽ റസൂലുള്ളാഹിനെ ഓർക്കുകയും സുന്നത്ത് ജീവിതത്തിൽ പുലർത്തുകയും ചെയ്യുന്നതിന് സമാനമാണ്. ഇങ്ങനെ എല്ലാ മേഖലകളിലും സുന്നത്ത് വർദ്ധിപ്പിക്കുക എന്നതാണ് 6-മതായി പറയാനുള്ള മാർഗം. 7-മത്തെ മാർഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച സമയങ്ങളെയും സന്ദർഭങ്ങളെയും ഉപയോഗപ്പെടുത്തി ആ സമയങ്ങളിലും സന്ദർഭങ്ങളിലും നന്മകൾ വർദ്ധിപ്പിച്ച് അവിടെ നിന്ന് ദുആ ചെയ്യുക. ഉദാഹരണത്തിന്, തിങ്കളാഴ്ച രാവ് റസൂലുള്ളാഹി ജനിച്ച രാത്രിയാണ്. വെള്ളിയാഴ്ച രാവ് റസൂലുള്ളാഹിയിലേക്ക് നമ്മുടെ അമലുകളൊക്കെ പ്രദർശിപ്പിക്കുന്ന രാത്രിയാണ്. അതുപോലെ പെരുന്നാൾ രാവ്, അറഫ രാവ്, ബറാഅത്ത് രാവ്, മിഅ്റാജ് രാവ്, ഇങ്ങനെ ഒട്ടനവധി രാവുകൾ വലിയ മഹത്വമുള്ളതായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ആ രാത്രികളിലൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന വലിയ അമലുകൾ ചെയ്ത് അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യുക. റബ്ബേ, എനിക്ക് എന്റെ ഹബീബിനെ കാണിച്ചു തരണമേ. അതുപോലെ തന്നെ ദുആക്ക് ഇജാബത്തുള്ള ഒരുപാട് സമയങ്ങൾ രാവിലും പകലിലുമായിട്ടുണ്ട്. ആ സമയങ്ങളിലെല്ലാം അള്ളാഹുവേ, എന്റെ ഹബീബിന്റെ ദർശനം എനിക്കു നീ സാധ്യമാക്കി തരണേ എന്ന് ദുആ ചെയ്യുക. അവയിൽ പ്രധാനമാണ് തഹജ്ജുദിന് ശേഷമുള്ള സമയം, വിത്റിന് ശേഷമുള്ള സമയം, അതുപോലെ വെള്ളിയാഴ്ച ഇമാം ഖുത്ബ നിർവഹിക്കുമ്പോൾ 2 ഖുത്ബകൾക്കിടയിൽ ഇരിക്കുന്ന സമയം, അതുപോലെ വെള്ളിയാഴ്ചയിൽ മഗ്രിബിന് തൊട്ട് മുമ്പുള്ള സമയം, ഇങ്ങനെയുള്ള ഒരുപാട് സമയങ്ങൾ നമുക്ക് മുമ്പിൽ ഇജാബത്തുള്ളതുണ്ട്. അതൊക്കെയും എണ്ണി തിട്ടപ്പെടുത്തി അതിനെയൊക്കെ ഉപയോഗപ്പെടുത്തി ആ സമയങ്ങളിലൊക്കെയുള്ള പ്രാർത്ഥനകളിൽ റസൂലുള്ളാഹിയുടെ ദർശനത്തിന് വേണ്ടി നിരന്തരമായി റബ്ബിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക. തീർച്ചയായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഭാഗ്യം നമുക്ക് ലഭിക്കും. 8-മത്തെ വിഷയമായി പറയാനുള്ളത്, സ്വപ്നത്തിലാണല്ലോ റസൂലുള്ളാഹിനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. സ്വപ്നം സംഭവിക്കുന്നത് ഉറക്കിലാണ്.
ആ ഉറക്ക് ഒരുങ്ങിയിട്ടുള്ളതാക്കുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകളെ പാലിച്ച് നബിതങ്ങൾ എന്നിലേക്ക് വരണം, നബിതങ്ങളെ എനിക്ക് കാണാൻ കഴിയണം, ആ മുഖം അനുഭവിക്കാൻ എനിക്ക് സാധിക്കണം, അതിന് ഞാൻ ഒരുങ്ങി തയ്യാറാകണം. നമ്മൾ കിടക്കുന്ന ഇടങ്ങൾ വൃത്തിയുള്ളതാകണം, സുഗന്ധപൂരിതമാകണം, നമ്മുടെ വസ്ത്രം സുഗന്ധപൂരിതമാകണം, നജസില്ലാത്തതാകണം, നമ്മൾ തന്നെ പൂർണ്ണ ശുദ്ധിയുള്ളവരാകണം, ചെറിയ അശുദ്ധിയിൽ നിന്നും വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയുള്ളവരാകണം. ഉറക്കിൽ വുളൂ മുറിയുമെന്നത് സ്വാഭാവികം, അതിനെക്കുറിച്ചല്ല പറഞ്ഞത്. കിടക്കുമ്പോൾ വുളൂ എടുത്തു കിടക്കണം എന്നാണ് പറഞ്ഞതിന്റെ താല്പര്യം. ദിക്റുകൾ ചൊല്ലിയിട്ടായിരിക്കണം നമ്മൾ ഉറങ്ങേണ്ടത്. വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഖിബ്ലക്ക് അഭിമുഖമായിട്ടായിരിക്കണം നമ്മൾ കിടക്കേണ്ടത്. ഇങ്ങനെ സുന്നത്തുകൾ പരമാവധി പാലിച്ചുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുക. ഉറങ്ങുന്ന വരെയുള്ള സമയം സ്വലാത്തില്, ദിക്റില്, റസൂലുള്ളാഹിന്റെ മദ്ഹ് കേട്ടുകൊണ്ടും റസൂലുള്ളാഹിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടും അവിടുത്തെ മേലിലുള്ള സ്വലാത്ത് നാക്കുകൊണ്ട് ഉരുവിട്ടുകൊണ്ടും കിടക്കുക. തീർച്ചയായും ഒരിക്കലെങ്കിലും റസൂലുള്ളാഹി നമ്മുടെ മുമ്പിൽ വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അന വ കാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹാകദ. ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കുമെന്ന് 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. യതീമിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് റസൂലുള്ളാഹി ഏറെ ഇഷ്ടപ്പെട്ട അമലാണ്. യതീം മക്കൾക്ക്, അതുപോലെ വിധവകൾക്ക് സ്വതഖകൾ ചെയ്യുകയും അവരുടെ പ്രാർത്ഥനകൾ ലഭിക്കുന്ന രീതിയിൽ നിരന്തരമായ ഒരു സ്നേഹവും സന്തോഷവും അവർക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ മഹത്വമേറിയ അമലാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, അയൽപ്പക്കങ്ങളിൽ യതീമായ മക്കളുണ്ടായിരിക്കും, വിധവകളായ സഹോദരിമാരുണ്ടായിരിക്കും. അവരെയൊക്കെ പ്രത്യേകം പരിഗണിക്കുകയും അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, വസ്ത്രം പോലെയുള്ള പ്രാഥമികമായ ആവശ്യങ്ങൾ അവരിലേക്ക് എത്തിച്ചു നൽകുകയും ആ അമലുകളൊക്കെ പൂർത്തീകരിച്ചതിനു ശേഷം അള്ളാഹുവിനോട് ഏകാന്തനായി, റബ്ബേ, റസൂലുള്ളാഹി ഇഷ്ടപ്പെട്ട വിഭാഗങ്ങളെ ഞാൻ പരിഗണിക്കുന്നു, അതിന്റെ ബറക്കത്ത് കൊണ്ട് എനിക്ക് നീ നിന്റെ ഹബീബിന്റെ ദർശനം സാധ്യമാക്കി തരണേ എന്ന് കൂടെ കൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് നമുക്ക് പ്രവാചക ദർശനത്തിന് സഹായിക്കുന്ന 9ാമത്തെ കാര്യം. അവസാനമായി പറയാനുള്ളത്, 10ാമതായി പറയാനുള്ളത്, ഈ കാര്യങ്ങളിൽ മാത്രം യഥാർത്ഥത്തിൽ റസൂലുള്ളാഹിയുടെ ദർശനം നിൽക്കുന്നില്ല. മറിച്ച് നന്മകളായി നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെയും വർദ്ധിപ്പിക്കുക. എന്നിട്ട് നിരന്തരമായി നമ്മൾ അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു ദർശനത്തിന് വേണ്ടി ആഗ്രഹിക്കുകയും അഭിലഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഈ കാര്യങ്ങൾ 1 തവണയോ 2 തവണയോ, 1 ദിവസമോ 2 ദിവസമോ, ഒരാഴ്ചയോ 2 ആഴ്ചയോ ചെയ്ത് പരിമിതപ്പെടുത്തേണ്ട ഒന്നല്ല. മറിച്ച് ജീവിതത്തിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നാളിൽ ആ ഹബീബ് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടും. ആ പ്രതീക്ഷ നമ്മൾ കൈവിടാൻ പാടില്ല. ഏതു സമയത്തും ആ പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകേണ്ടത്. ആ പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ റസൂലുള്ളാഹി നമ്മളെ കൈവിടില്ല, അവിടുന്ന് നമ്മുടെ കൈപിടിക്കും. നമ്മുടെ റൂഹ് പിരിയുന്ന സമയത്ത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. അവിടുത്തെ ആ അധരങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് നിർഗളിക്കുന്നത് കാണാനും കേൾക്കാനും അത് കേട്ടുച്ചരിച്ചു മരിക്കാനും നമുക്ക് ഭാഗ്യം ലഭിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഖബറിലെത്തുമ്പോൾ ആ ഹബീബിനെ കാണിച്ചിട്ട് മാ ഇൽമുക ബിഹാദ റജുൽ, എന്താണ് മോനെ ഈ മനുഷ്യനെ കുറിച്ച് നിനക്കറിയാന്ന് ചോദിക്കുമ്പോൾ ഹാദാ ഖിത്അതുക ബിദി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ കരളിന്റെ കഷ്ണമായ ഹബീബാണ്, മുഹമ്മദുർ റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞ് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതിനുള്ളൊരു പരിചയം നമുക്ക് റസൂലുള്ളാഹിയുടെ മുഖം കണ്ടിട്ടുണ്ടാകണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മളെ സ്വീകരിക്കും. ആ ഒരു ഭാഗ്യം അള്ളാഹു നമുക്ക് തരും. ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോവുകയും ഈ കർമ്മങ്ങളുടെ എല്ലാം നൈരന്തര്യം ഉറപ്പുവരുത്തുകയും ചെയ്യുക. അള്ളാഹു തുണക്കട്ടെ. ആമീൻ. വസ്സലാമു അലൈക്കും. ഇസ്ലാമിക പഠനങ്ങളും അറിവുകളും പബ്ലിഷ് ചെയ്യുന്ന പ്രകാശതീരം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാകണമെന്നും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നന്മയുടെ പ്രചാരകരാകണമെന്നും അഭ്യർത്ഥിക്കുന്നു.